ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ മീൻ 45ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് എക്സിൻ്റെ ടേംസിൽ. പക്ഷേ എക്സിൻ്റെ ടേംസിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയത്തില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് ഇസഡിൻ്റെ ടേംസാണ്. നമ്മൾ നേരത്തെ പഠിച്ചു സ്റ്റാൻഡേർഡ് നോർമലിൽ എക്സിനെ നമ്മൾ ഇസഡ് ആക്കിയിട്ട് എക്സിൽ നിന്ന് മ്യൂ മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ സിഗ്മ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ പഠിച്ചപ്പോൾ അതിൻ്റെ ഡെഫിനിഷനകത്ത് പഠിച്ചതാണ്. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷന് ടേംസിലോട്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഏരിയ അണ്ടർ ദ കർവ് വെച്ചിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ആ പ്രോബബിലിറ്റിയാണ് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പം ആദ്യം നമുക്ക് എന്തോ തന്നേക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ, അതായത് സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് ആക്കണം. അപ്പോൾ തന്നേക്കുന്ന എന്തോന്ന് വെച്ചാൽ എക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനെന്ന് പറയുന്നത് 45ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10ഉം. അപ്പം ആദ്യം നമുക്ക് എന്തുവാ തന്നേക്കുന്നതെന്നുള്ളത് എഴുതണം. ഗീവൺ തന്നേക്കുന്നത് എക്സ് ഫോളോ ചെയ്യുന്ന എന്താണ്? എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45 ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് മീനും വേരിയൻസാണ് വരുന്നത് സിഗ്മ സ്ക്വയർ. നമുക്കിവിടെ തന്നേക്കുന്നത് സിഗ്മയാണ് തന്നേക്കുന്നത് 10 എന്ന്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം, 10 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? സ്റ്റാൻഡേർഡ് നോർമൽ ഇസഡ് ഇസ് ഈക്വൽ ടു ഇത് നമ്മൾ എങ്ങനെയാണ് എക്സിനെ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നും ആ മ്യൂ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ് നോർമൽ വരുന്നത്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് ഇതിങ്ങനെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സത്യത്തിൽ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ അതിൻ്റെ മീൻ 0യും വേരിയൻസ് എന്തും ആവുന്നേ ഉള്ളൂ, 1 ആവുന്നേ ഉള്ളൂ. അതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഇസഡിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. എക്സ് മൈനസ് എക്സ് മൈനസ് മ്യൂവിൻ്റെ വാല്യൂ 45, സിഗ്മയുടെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 10, ഫോളോസ് n 0 1 ഇത്ര എഴുതുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 60 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 60. എക്സ് എന്ന് പറയുന്നത് 60യെക്കാട്ടിലും മേളിലാവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതിങ്ങനെ എഴുതുന്നത് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എല്ലാത്തിനും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് 45 മൈനസ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴത് സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ്? എക്സിനെ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ബൈ 10. അതുപോലെ തന്നെ പിന്നെ ഗ്രേറ്റർ ദാൻ ഇതേ സാധനത്തിൽ തന്നെ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിവിടെ നമുക്ക് എന്താ ഉദ്ദേശം? എക്സിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. എക്സിനെ ഇസഡ് ആക്കണം. എക്സിനെ ഇസഡ് ആക്കാൻ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് സാധനത്തിലും ഇക്വേഷനിൽ എന്തിലാണെങ്കിലും ഇങ്ങനെ ഏതൊരു ഒരു വശത്ത് ചെയ്താൽ മറ്റേ സൈഡിലും അത് തന്നെ ചെയ്തില്ലെങ്കിൽ വാല്യൂവിന് ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ 60ലും ചെയ്യണം. 60 മൈനസ് 45 ബൈ 10. അപ്പോൾ ഇതെങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ഈ സാധനം എന്തോ ഇസഡ് ഗ്രേറ്റർ ദാൻ ഇത് വരുമ്പം 60 45 പോയാൽ 15 ബൈ 10 ചെയ്യുമ്പം 1.5 വരും. ഇനിയും മറ്റേത് വെച്ച് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫിൽ 0 ഇവിടെ വരുമ്പോൾ എത്ര? ഇത് 1.5 വരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വരച്ചോണ്ട് ഇത്ര ഗ്യാപ്പൊന്നും വരില്ല. 1.5 വരുന്നു. അപ്പോൾ 1.5നെക്കാട്ടിലും മുകളിലോട്ടാവാനുള്ള സാധ്യത. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മൊത്തമല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളത് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്നും 0 തൊട്ട് 1/5 വരെ ഉള്ളത് കുറയ്ക്കണം. 0 ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ 1.5.
0.5 ഇതിൻ്റെ വാല്യൂ ടേബിളിൽ നോക്കുമ്പം ഈ 1.5 എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്തോ നോക്കേണ്ടതെന്ന് അറിയത്തില്ലേ, അതായത് അപ്പുറത്ത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ 1.5ഉം 0യും ആണ് നോക്കണ്ടേ. ഇവിടെ കണ്ടോ 1.5ഉം ഇതിൻ്റെ വരുമ്പോൾ 0 വാല്യൂ അവരുണ്ട്, മേളത്തെ 0യും എടുത്തു കഴിയുമ്പം 1.5ഉം 0യും 0.4332 അതാണ് അതിൻ്റെ 4332. അത് ചെയ്യുമ്പോൾ 0.0668 മുമ്പേ നമ്മൾ ചെയ്തത് തന്നെ. ഇനി അടുത്തത് വരുന്നത് രണ്ടാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 40 <x < 56. അപ്പോൾ ഇതിനും എന്ത് ചെയ്യണം, ഇതിനെല്ലാത്തിനും ആ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. പ്രോബബിലിറ്റി ഓഫ് 40 - 45 ഡിവൈഡഡ് ബൈ 10 സൈനൊന്നും മാറ്റില്ലേ, ലെസ് ദാൻ x - 45 ബൈ 10 ലെസ് ദാൻ 56 - 45 10. ഇത് ചെയ്യുമ്പോൾ 5/10 0.5 അല്ല -0.5 ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ 56 എന്ന് പോകുമ്പോൾ 1.1. അപ്പോൾ ഇത് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാഫിൽ വരുമ്പം 0ക്ക് ഇപ്പുറത്താണ് -0.5, 1.1 എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വരും. അപ്പം നമ്മൾ -0.5 തൊട്ട് 0 വരെയുള്ളത് +0 തൊട്ട് 1.1 വരെയുള്ള എടുക്കണം. അപ്പോൾ ഇവിടെ നിന്നുള്ളത് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് എന്നുള്ളത് നമ്മൾ അപ്പുറത്തെ പോസിറ്റീവിനോട് ഈക്വൽ ചെയ്യുന്നു. 0 തൊട്ട് +0.5 വരെയുള്ള ഏരിയ, അതേ +0 തൊട്ട് 1.1 വരെയുള്ളത്, ലാസ്റ്റ് 0.5558. ഇതൊക്കെ എഴുതിയതെന്ന് തോന്നുന്നു. ഇനി ഞാനത് പറഞ്ഞിരിക്കുന്നത് ദ സ്കോർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 680 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50. A sample of 1000 students has been drawn from the population. Find approximate number of students scoring between 65 and 95. Probability that a randomly chosen student has score greater than 100. അപ്പോൾ ചോദിച്ചേക്കുന്ന എന്തോ ചോദ്യം ഒരു ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിലുള്ള സ്റ്റുഡൻസിൻ്റെ സ്കോർ എന്ത് ഫോളോ ചെയ്യുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 80യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15ഉമാണ്. അപ്പോൾ 1000 കുട്ടികളുടെ ഒരു സാമ്പിൾ എടുക്കുന്നു ഈ പോപ്പുലേഷനിൽ നിന്ന്. അപ്പോൾ ഈ വലുത് എന്തോ പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറുത് സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ ആ സാമ്പിളിൽ എത്ര കുട്ടികളുടെ സ്കോറാണ് 65നും 95നും ഇടയിലെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ പ്രോബബിലിറ്റി ദാറ്റ് നമ്മളൊരു റാൻഡമായിട്ടൊരു കുട്ടിയെ ചൂസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് 100ൽ കൂടുതൽ ചാൻസ് ഗ്രേഡ് വരാനുള്ള ചാൻസ്, അത് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി 100ൽ കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പോൾ ആദ്യം മുമ്പത്തെ പോലെ നമുക്കിപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കും, നമ്മളത് സ്റ്റാൻഡേർഡ് നോർമലോട്ടാക്കണം. അപ്പോൾ എക്സ് ഫോളോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ആണ് എക്സ് വി ദ സ്കോർ അറ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻറ്റ്. ഇതിനകത്ത് വേരിയബിളായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ സ്കോറാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും റാൻഡം വേരിയബിൾ. അപ്പോൾ ആ റാൻഡം വേരിയബിൾ എക്സ് അതായിരിക്കും സ്റ്റുഡൻസിൻ്റെ സ്കോർ. അപ്പോൾ എക്സ് എന്ത് ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ മീന് 80ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. വേരിയൻസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുന്നു, 15ൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് n01. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മ്യൂവിന് 80, സിഗ്മയ്ക്ക് 15. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് പിന്നെ അങ്ങോട്ട് സിഗ്മ മതി. അതുകൊണ്ട് ഇത് അതുപോലെ ഇട്ടാൽ മതി. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ നിന്ന് തരുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് n01. അപ്പം എക്സ് മൈനസ് 80/15 ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്തോ പറഞ്ഞേക്കുന്നത് 65നും 95നും ഇടയ്ക്ക് പ്രോബബിലിറ്റി വരാനുള്ള മാർക്ക് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 65 ഗ്രേഡ് ലെസ് ദാൻ 65
65 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 95. എക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ മാർക്ക് 65-നും 95-നും ഇടയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ എല്ലായിടത്തും ഇട്ട് കൊടുത്തു കഴിയുമ്പം കിട്ടുന്നത് -1-നും 1-നും ഇടയ്ക്കുള്ള നമ്പർ എന്നായിരിക്കും ഇസഡ്. ഇപ്പം എന്ന് കണ്ടുപിടിച്ചാൽ മതി, ആദ്യം -1 തൊട്ട് 0 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് 0 തൊട്ട് 1 വരെയുള്ള, പിന്നെ ഇതിനെ നമ്മൾ മൈനസ് എന്നുള്ളതിനെ അപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്തോരും 0 തൊട്ടുള്ള 1 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് 0 തൊട്ട് 1 വരെയുള്ള പ്രോബബിലിറ്റി, അത് രണ്ട് സെയിം ആയിട്ട് 2 ഇൻറ്റു അത് ചെയ്യുന്നു. ഇതൊരു തവണ കണ്ടുപിടിച്ചിട്ട് 2 ഇൻറ്റു അത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, 0.626. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് അറിയാമോ, അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ബിറ്റ്വീൻ 65 and 95. അതായത് ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് പ്രോബബിലിറ്റി അല്ല ചോദിച്ചേക്കുന്നത്, എത്ര കുട്ടികളാണ് 65-നും 95-നും ഇടയ്ക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മാർക്ക് കിട്ടില്ല, കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്ത്, ശരിക്കും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് ഇത്രയും 65-നും 95-നും ഇടയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബബിലിറ്റിയെ ടോട്ടൽ നമ്പർ കൊണ്ടിട്ട് ഇൻറ്റു ചെയ്യണം. ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ 1000 ആയിരുന്നു. 1000 ഇൻറ്റു 0.626 ചെയ്യുമ്പോൾ 682.6 കിട്ടും. അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ്. കാരണം ഒരു കുട്ടികളുടെ എണ്ണമല്ലേ, അപ്പോൾ നമുക്ക് 2.5 3.5 എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ 2 പോയിൻ്റ് മുമ്പത്തെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ 2.5-ന് മേളിലാണ്. 0.5-ന് മേളിലാണെങ്കിൽ നമുക്ക് അടുത്തത് എടുക്കാം. അപ്പോൾ ഇവിടെ 0.6 വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റിനെ അടുത്തതാക്കാം, 3 എടുക്കാം, 683. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് 100-ന് മുകളിലാവാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ അതും ഇതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നിടുന്നത്, ഇസഡ് ഗ്രേറ്റർ ദാൻ 0 എന്നിടരുത്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നിടണ്ടേ. കാരണം നമ്മൾ എന്തും എടുത്തേക്കുന്നത് ഈ കുട്ടികളുടെ സ്കോറ് 100-ൽ കൂടുതലാവാൻ, ഒരു കുട്ടിയെ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു, ആ കുട്ടിയുടെ സ്കോറ് 100-ൽ കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി സാധ്യത. അപ്പോൾ ഈ 100-ൽ കൂടുതലാവാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയുടെ സ്കോറല്ലേ. ആ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്, എക്സ് എന്നുള്ള വേരിയബിളായിട്ട്, റാൻഡം വേരിയബിളായിട്ട് എടുത്തേക്കുന്നത്. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ 100. അപ്പം എക്സ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. എക്സ് -80/15, 100 -80/15. അപ്പോൾ എന്ത് വരുന്നത്, ഇസഡ് ഗ്രേറ്റർ ദാൻ 1.33. ഇസഡ് 1.33യെക്കാട്ടിലും വലുതാവാനുള്ള സാധ്യത. സ്റ്റാൻഡേർഡ് നോർമൽ വെച്ച് വരുമ്പോൾ എങ്ങനെ, 1.33യെക്കാട്ടിലും വലുതാവാനുള്ള സാധ്യത അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളത് കാണുന്നു, അതിൽ നിന്ന് 0 തൊട്ട് 1.33 വരെ ഉള്ളത് മൈനസ് ചെയ്യുന്നു. 1.33 ഇത് ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ മിസ്സ് തന്നേക്കുന്ന നോട്ട്. ഇനി ഫുള്ളും മൊബൈലിലാണ്.